lot of distance was traveled to get a taste of this cup. വരുൺ ചക്രവർത്തി സമൂഹ മാധ്യമത്തിൽ എഴുതി. കൂടെ തന്നെ ഒരു ഫോട്ടോയും, മടിയിൽ ചാമ്പ്യൻസ് ട്രോഫിയും, കയ്യിൽ ചായക്കപ്പും. ഈ കപ്പിന്റെ രുചി അറിയാൻ ഞങ്ങൾ ഒരുപാട് ദൂരം താണ്ടി. ഒറ്റ നോട്ടത്തിൽ ക്രിക്കറ്റ് ഗ്രൗണ്ടിലെ അധ്വാന ഫലം കണ്ടതിന്റെ സംതൃപ്തി നിഴലിക്കുന്ന വാക്കുകൾ. പക്ഷേ മറ്റു ടീമുകളെയെല്ലാം പല വേദികളിൽ ഒരുപാട് യാത്ര ചെയ്ത് മത്സരങ്ങളിൽ പങ്കെടുത്തപ്പോൾ ഇന്ത്യക്ക് മാത്രം ദുബായിലെ ഒറ്റ വേദിയിൽ യാത്രയില്ലാതെ കളിക്കാനായെന്ന വിമർശനങ്ങൾക്കുള്ള മറുപടി കൂടി ഇതിൽ വായിച്ചെടുക്കാൻ സാധിക്കും. അതിനും അപ്പുറം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള രാഷ്ട്രീയ സംഘർഷം ഒരിക്കൽ കൂടി വെളിച്ചത്ത് കൊണ്ടുവരുന്ന ചില വ്യാഖ്യാനങ്ങളും ഈ പോസ്റ്റിനുണ്ടായി. അതിൽ വില്ലന്റെ സ്ഥാനത്തുള്ളത് അബ്രാർ അഹമ്മദാണ്. അതെ, ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യക്കെതിരായ മത്സരത്തിൽ ശുഭ്മൻ ഗില്ലിനെ പുറത്താക്കിയ ശേഷം കൈകെട്ടി നിന്ന് മുഖം കൊണ്ട് ഗോഷ്ടി കാണിച്ച അതേ അബ്രാർ അഹമ്മദ്. പക്ഷേ ഗില്ലിനെ പരിഹസിച്ചതല്ല ഇവിടത്തെ വിഷയം. ഫൈനലിന് ദിവസങ്ങൾക്ക് മുൻപ് കയ്യിലൊരു ചായക്കപ്പുമായി നിൽക്കുന്ന ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ അബ്രാർ പങ്കുവച്ചിരുന്നു. ഹാവിംഗ് ദ ലാസ്റ്റ് കപ്പ് ഓഫ് ഫാന്റാസ്റ്റിക് ഈവനിംഗ് ടീ ബിഫോർ റമദാൻ ബിഗിൻസ്. നോമ്പ് തുടങ്ങുന്നതിന് മുൻപുള്ള അവസാനത്തെ ചായ എന്ന് നിർദോഷമായി എഴുതാമായിരുന്ന കുറിപ്പിൽ ഫെന്റാസ്റ്റിക് ടീ എന്ന വാക്കുകൾ ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിച്ചാണ് എഴുതിയിരുന്നത്. അഭിനന്ദൻ വർത്തമാൻ പാക് സൈന്യത്തിന്റെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന സമയത്ത് പറഞ്ഞ വാക്കുകളെ പരിഹസിക്കാൻ ഉദ്ദേശിച്ചതാണെന്ന് വ്യക്തമായിരുന്നു. 2019 ഇന്ത്യൻ വ്യോമസേനയുടെ ഫൈറ്റർ വിമാനം നിയന്ത്രിച്ചിരുന്ന വിംഗ് കമാൻഡർ അഭിനന്ദ് വർത്തമാൻ പാകിസ്ഥാന്റെ പിടിയിലാകുന്നത്. പിന്നീട് പാക് സൈന്യം പുറത്തുവിട്ട വീഡിയോയിൽ ടീ ഈസ് ഫാന്റാസ്റ്റിക് എന്ന് അഭിനന്ദൻ പറഞ്ഞത് പാകിസ്ഥാനിൽ ട്രോളായി ആഘോഷിക്കപ്പെട്ടു. ഈ വാക്കുകളുടെ ഓർമ്മകൾ ഉണർത്തുന്നതായിരുന്നു അബ്രാറിന്റെ പോസ്റ്റ്. നേരത്തെ ഗില്ലിന് സെൻഡ് ഓഫ് കൊടുത്ത അബ്രാറിന്റെ രീതി വ്യാപകമായി വിമർശിക്കപ്പെട്ടിരുന്നു. കളി പാകിസ്ഥാൻ തോൽക്കുമെന്ന് ഉറപ്പായ ഘട്ടത്തിൽ ഈ പ്രകടനം അനാവശ്യമാണെന്നായിരുന്നു വിമർശനം. എന്നാൽ ഇതിന് പിന്നാലെ വിരാട് കോഹ്ലി തന്റെ ആരാധന പാത്രമാണെന്ന പ്രഖ്യാപനവുമായി അദ്ദേഹത്തിനെതിരെ കളിക്കാനായതിൽ സന്തോഷം പ്രകടിപ്പിച്ച് അബ്രാറിന്റെ പുതിയ പോസ്റ്റും വന്നു. പഴയ ഗോഷ്ടി കാരണമുണ്ടായ പരുക്ക് കുറയ്ക്കാൻ പ്രയോഗിച്ച നമ്പറാണി കോഹ്ലി പ്രശംസ എന്ന ആരോപണവുമായി ഇന്ത്യൻ ആരാധകരും കമന്റ് ബോക്സ് നിറച്ചു. ഇതെല്ലാം കഴിഞ്ഞാണിപ്പോൾ കളിക്കളത്തിന് പുറത്തേക്ക് നീളുന്ന കളിയുമായി അബ്രാറിന്റെ വരവും അതിന് വരുൺ ചക്രവർത്തി നൽകിയ ക്ലാസിക് മറുപടിയും.